രാമേന്ദ്രൻ, രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ സീറ്റായ റായ്ബറേലിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ്? ഈ രാഹുൽ ഗാന്ധി എളുപ്പത്തിൽ അവിടെ ജയിച്ചു കയറുന്നൊക്കെ ഇവിടുത്തെ കോൺഗ്രസ് മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അത്ര എളുപ്പമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ 1998 ആവർത്തിച്ചാലോ എന്ന് പറയുന്നുണ്ട്. കാരണം അന്ന് ഭാരതീയ ജനതാ പാർട്ടി BJP യുടെ സഞ്ജയ് സിംഗ് അവിടെ ജയിച്ചതാണ്. അതിനു മുമ്പ് നമുക്കറിയാം 1977 രാജ്നാരായണൻ 55,000 വോട്ടിന് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചതാണ്. അതൊക്കെ കുറച്ച് രാത്രി വൈകിയാണ്, രാത്രി 2:30 വാർത്തയൊക്കെ വരുന്നത്. അപ്പൊ അന്ന് പെട്ടെന്ന് ഓർത്തോണ്ട് പറയാണ് TVR ഷേണായി മറ്റേ ഇന്ദിര തോൽക്കും എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇത് ഫലം വരാതെ വലിയ ടെൻഷനായിട്ട് കൊടുത്തോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നോക്കും കൊടുത്തേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ന്യൂസ് റൂമിൽ അവിടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്താന്ന് വെച്ചാൽ ഈ രാജ്നാരായൺ അന്ന് 1977 ജയിച്ചത് 55,262 വോട്ട്, 53.51% വോട്ട് കിട്ടി രാജ്നാരായണന്. ചെറിയ കാര്യമല്ല. ഇന്ദിരാഗാന്ധിക്ക് 36.89. ഒരു അപ്പോഴത്തെ പ്രധാനമന്ത്രി തോൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് ആദ്യം തോൽക്കുകയാണ്. അതെ അതെ, ആ സമയത്ത്. എന്നിട്ട് ഈ 98 തെരഞ്ഞെടുപ്പ് സഞ്ജയ് സിംഗിൻ്റെയൊക്കെ നമ്മൾ പറയുന്നത് കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശ് പോയ തെരഞ്ഞെടുപ്പാണ് അവിടെ. 1996 കോൺഗ്രസിൻ്റെ വിക്രം ഗൗളിന് 5.29%, കെട്ടിവെച്ച കാശിന് ഈ 1/3 വോട്ട് വേണം, അത് കിട്ടിയില്ല. 1998 1996 കിട്ടിയതിൻ്റെ 1.5 ഇരട്ടിയേ കിട്ടിയുള്ളൂ. അപ്പോൾ കോൺഗ്രസ്സിന് പലപ്പോഴും അവിടെ ഇങ്ങനെ പല ഘട്ടങ്ങളിലും കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 1999 വേണമെങ്കിൽ BJPക്ക് ജയിക്കാമായിരുന്നു. പക്ഷേ അതേ സ്ഥാനാർത്ഥിയെ നിലനിർത്തുന്നതിന് പകരം സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട്, നിലവിലുള്ള MP മാറ്റിയിട്ട് BJP അരുൺ നെഹ്റുവിന് സീറ്റ് കൊടുത്തു. അങ്ങനെയാണ് തോറ്റുപോയത് അവിടെ. അല്ലാതെ ഈ സഞ്ജയ് സിംഗോ അങ്ങനെ അവിടെയുമായിട്ട് ബന്ധമുള്ള ഒരാൾ നെഹ്റു കുടുംബത്തിലെ ഒരു സ്ഥാനാർത്ഥി ആവട്ടെ എന്ന് വിചാരിച്ചതാണ്. അങ്ങനെ വിചാരിച്ചതാണ്. അവരുടെ തട്ടകമായതുകൊണ്ട് അരുൺ നെഹ്റു ആവട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ 2022 റായ്ബറേലിയുടെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ റായ്ബറേലിയിൽ വരുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ മോശമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പഴയ പോലെയൊന്നും അല്ല. അപ്പോൾ ഈ അമേഠിയിലും റായ്ബറേലിയിലും ശരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ട് കോൺഗ്രസ് വൈകിയതും മടിച്ചതും ഇതുകൊണ്ടാണ്. കാരണം അവിടെ ഗ്രൗണ്ട് സപ്പോർട്ടില്ല. മണ്ഡലത്തിലെ MLA ഒക്കെ വേറെയാണ്. അവരുടെ സ്വാധീനത്തിലാണല്ലോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അല്ല, സോണിയാഗാന്ധി അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പിന്നെ റായ്ബറേലിയിൽ എത്ര തവണ പോയിട്ടുണ്ട്, എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് തന്നെ ഉറപ്പില്ല. ഈ കിശോരിലാൽ ശർമ്മ ഉണ്ടല്ലോ ഇപ്പം അമേഠിയിൽ നിൽക്കുന്നത്, അങ്ങേരെ മാനേജറായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭൂരിപക്ഷം കുറഞ്ഞു വന്നുകൊണ്ടും ഇരുന്നു സോണിയാഗാന്ധിയുടെ. അപ്പോൾ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി കോൺഗ്രസിന് കിട്ടിയത് വെറും 13.5% വോട്ടാണ്. അതാണ് ഇപ്പോൾ തകർന്നിരിക്കുക. ഗ്രൗണ്ട് റിയാലിറ്റി അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. പിന്നെ രാഹുൽ ഗാന്ധി ഒരു മാജിക്കിലൂടെ അവിടെ എങ്ങനെ മുന്നിൽ വരും? അതെ. അപ്പോൾ 3 ഈ 5-ൽ 3 കെട്ടിവെച്ച കാശ് പോയി കോൺഗ്രസിന്. ഹർചന്ദ്പൂർ, റായ്ബറേലി, ഉഞ്ചഹർ, ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോയി. ഈ 5 സ്ഥലത്തുമായിട്ട് സമാജ്വാദി പാർട്ടിക്ക് 4,02,179 വോട്ട് കിട്ടിയിട്ടുണ്ട്. BJPക്ക് ഈ SP-യേക്കാൾ 20% വോട്ട്, 20,000 വോട്ടേ കുറവുള്ളൂ. ആ 20,000 വോട്ട് ഒരു കുറവല്ല. എന്തുകൊണ്ടാണെന്നറിയോ?
അവിടെ ഉഞ്ചഹാറിൽ ജയിച്ച MLA മനോജ് പാണ്ഡെ ഇപ്പൊ BJP ചേർന്നിരിക്കുക. അപ്പൊ ആ മനോജ് പാണ്ഡേക്ക് കിട്ടിയതും കൂടി ഇങ്ങോട്ട് എടുക്കണ്ടേ? അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി നിയമസഭകളിൽ നോക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ മെച്ചമാണ്, വളരെ മെച്ചമാണ് BJPയുടെ അവസ്ഥ. പിന്നെ ആകെയുള്ള പ്രതീക്ഷ അഖിലേഷ് യാദവിൻ്റെ പിൻബലമാണ്. അഖിലേഷ് യാദവിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ഉഞ്ചഹാർ MLA ഇങ്ങോട്ട് മാറിയല്ലോ. റായ്ബറിയിലെ കോൺഗ്രസ് SP സഖ്യമുണ്ട്, ശരി തന്നെ. പക്ഷേ അതിന് റായ്ബറേലിയിൽ തന്നെ BSPക്കും അപ്നാദളിനും സ്ഥാനാർത്ഥികളുണ്ട്. അവർ വെല്ലുവിളിക്കുന്നുണ്ട് ആ SP-യുടെ സ്വാധീനത്തിന്. BSPയുടെ താക്കൂർ പ്രസാദ് യാദവ് മത്സരിക്കുന്നു. അപ്നാദളിൻ്റെ ഹാഫിസ് മുഹമ്മദ് മൊബീൻ മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ട് അവിടെ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഈ SP-യുടെ വോട്ട് അട്ടിമറിക്കാൻ ഉള്ള സാധ്യത വളരെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബഹുകോണ മത്സരം നടക്കുന്നു. പ്രധാനപ്പെട്ട കക്ഷികളായ 4 സ്ഥാനാർത്ഥികളുണ്ട്. ചതുഷ്കോണമാണ്. അപ്പോൾ BSPക്ക് സൈസബിൾ വോട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അതെ. പിന്നെ അഖിലേഷ് യാദവിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ മാത്രം, SP-യുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ മാത്രം കൊണ്ട് രാഹുൽ ഗാന്ധി രക്ഷപ്പെടാൻ എങ്ങനെയാണ് സാധ്യത? രാഹുൽ ഗാന്ധി എതിർക്കുന്നത് വിനോദ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന UP-യിലെ ഒരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തിയും ശേഷിയും മുഴുവൻ അവിടെ പ്രയോഗിക്കില്ലേ? രാഹുൽ ഗാന്ധിയുടെ നില അതീവ പരുങ്ങലിലാണ് സത്യത്തിൽ. അതായത് ഈ കിഷോരിലാൽ ശർമ്മ ഉണ്ടല്ലോ, ഇപ്പോൾ അമേഠിയിലെ സ്ഥാനാർത്ഥിയാക്കിയ അദ്ദേഹത്തിനെ അമേഠിയിൽ സ്ഥാനാർത്ഥി ആക്കിയതും ഈ റായ്ബറേലിയെ ബാധിക്കുന്ന പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഈ 2 സ്ഥലത്തെയും ഇവരുടെ മത്സരം നോക്കിയിരുന്നത് മാനേജർ എന്നുള്ള നിലയ്ക്ക്. ആ മാനേജറെ പിടിച്ച് അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ പുതിയ ആളാണല്ലോ ഇപ്പോൾ മാനേജറായിട്ടിരിക്കുക. അപ്പോൾ കിഷോരിലാൽ ശർമ്മയുടെ സ്ഥാനാർത്ഥിത്വം റായ്ബറേലിയെ ബാധിക്കും, രാഹുൽ ഗാന്ധിയെ എന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ അംഗമായി വരും. കാരണം വയനാട് സീറ്റ് വളരെ സേഫായ ഒരു സീറ്റാണല്ലോ. അതേസമയം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ CPI-യുടെ ആനി രാജയെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേരിട്ടത്. ഈ ആനി രാജയും അവരുടെ ഭർത്താവായ CPI-യുടെ സെക്രട്ടറിയും റായ്ബറേലിയിൽ പ്രചരണത്തിനിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് എന്ത് പേരിൽ എന്ത് മുഖം വെച്ചുകൊണ്ടായിരിക്കും ഈ രണ്ടുപേരും അവർ പോകുന്നതായിട്ട് വിവരമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വരുന്നു. അതെ, അവർ ഈ രാഹുൽ ഗാന്ധിയെ പറ്റി ധാരാളം പുലഭ്യം വയനാട്ടിൽ പറഞ്ഞതാണല്ലോ. മത്സരിക്കരുതായിരുന്നു, സഖ്യത്തിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് മറ്റേ അവിടെ പോയിട്ട് തിരിച്ചു പറയുന്നത് അസാധാരണവും വിചിത്രവും ബീഭത്സവുമായിരിക്കും. അതെ, സാധാരണഗതി അവർ പോകാനിടയില്ല. പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അവർക്ക് പന്ന്യൻ രവീന്ദ്രനെ അവിടെ പ്രചാരണത്തിന് അയക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ബിനോയ് വിശ്വം പോകുന്നതിന് അർത്ഥമുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ ശശി തരൂരിൻ്റെ എതിരെ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാളല്ലേ? അല്ല, വയനാട്ടിൽ തന്നെ സ്ഥാനാർത്ഥി പോകുന്നതിലും ഭേദമായിരിക്കും പറയായിരുന്നു ഞാൻ. അതെ, അല്ല, ഈ ഇതുപോലെ വിചിത്രവും വിരോധാഭാസവുമാണ് ഈ NDA മുന്നണിയുടെ പൊതുസ്ഥിതി. എന്നിട്ടാണ് അവർ ഈ ഭയങ്കരമായിട്ട് മോഡി പിന്നെ വർഗീയത പരത്തുന്നു, ഇന്ത്യയിൽ സെക്കുലറിസം പോയി, ഇന്ത്യയിൽ ഡെമോക്രസി ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടന്ന ഡെമോക്രസി പുറത്തു വന്നപ്പോൾ ഇപ്പം മനസ്സിലായി, സ്ത്രീയുടെ ചെള്ളക്കടിക്ക് കേസും ചെരിപ്പേർ കേസും ഒക്കെ പുറത്തു വരികയാണ്. അപ്പോൾ ഈ ഇതുപോലെയുള്ള കോമാളികളുടെ ഒരു കൂടാരമായി ഇന്ത്യ മുന്നണി മാറുകയാണ്. ഇത് സത്യത്തിൽ വളരെ വിചിത്രമായിരിക്കുന്നു. ഈ CPI-യുടെ ഏതെങ്കിലും ഇപ്പോൾ ആനി രാജായും D രാജായും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു CPM നേതാവും CPI നേതാവും റായ്ബറേലിയിൽ എന്ത് മുഖവും വെച്ചുകൊണ്ട് പ്രചരണത്തിനിറങ്ങും രാഹുൽ ഗാന്ധിക്ക് വോട്ട് പിടിക്കാൻ. അതിന് അവർ അവിടെ പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആര് കേൾക്കാനാണ്? അവർക്ക് അറിവ് പോലും ഉണ്ടാവില്ല ഇത്തരം ആളുകളെ പറ്റിയിട്ട്. ഇങ്ങനെ ഒരു പാർട്ടിയെ പറ്റി തന്നെ അവിടെ ഒന്നും വലിയ ധാരണയില്ല. ബീഹാറൊക്കെ ആണെങ്കിൽ സകലമൊക്കെ അറിയാം. അങ്ങനെ പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ രൂപം കൊണ്ട സംസ്ഥാനമാണ്.
അത് ഉത്തർപ്രദേശിൽ കാൺപൂരിലാണ്. കാൺപൂരിലെ റായ്ബറേലിയും അമേഠിയും വളരെ റൂറൽ ആയിട്ടുള്ള മണ്ഡലങ്ങളാണ്. ആയിക്കോട്ടെ, ആ മണ്ഡലങ്ങളെ പിന്നാക്കാവസ്ഥയിൽ തന്നെ നെഹ്റു അല്ലെങ്കിൽ ഗാന്ധി കുടുംബം സൂക്ഷിക്കുന്നുമുണ്ട്. അതുപോലെ കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ ഹിന്ദിയിൽ പരിഭാഷപ്പെടുത്തിയ മിത്രയുടെ നാടാണത് അല്ലേ? അപ്പം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ആരും കേട്ടിട്ടില്ല എന്ന് പറയുന്നത് അല്ലല്ല. ഇപ്പൊ പാർട്ടിയൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ സ്ഥാനാർത്ഥി ഇല്ലല്ലോ. ഇപ്പോഴും പാർട്ടിയില്ല, സ്ഥാനാർത്ഥിയില്ല. ചെങ്കൊടി അവർ കണ്ടിട്ടും കുറേ കാലമായി കാണും. ഇപ്പം കാരണം ഇപ്പം റെയിൽവേ കാൺപൂരിൽ അന്നത്തെ സ്ഥാപക സമ്മേളനം വിളിച്ചു കൂട്ടിയ ഭക്ത പത്ര പ്രവർത്തകനായിരുന്നു. അതെ അതെ. അതിനുശേഷം അദ്ദേഹം ആ പാർട്ടി ഉണ്ടായി 2 ആഴ്ചയോ മാത്രമേ പാർട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ ഹിന്ദുത്വ പാതയിലേക്ക് മടങ്ങി ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ വിളിച്ചു കൂട്ടിയ ആളുടെ അവസ്ഥ തന്നെ അതാണ്. പക്ഷേ സുഭാഷിണി അലിയുടെ പ്രവർത്തന പിന്നെ സ്ഥലമാണത്. സുഭാഷിണി അലി ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിൽ ഇറങ്ങിയേക്കാം. ഓഹോ, അങ്ങനെ ഉണ്ടാവും. അതാണ് UP അവരുടെ ബേസ് അല്ലേ. അപ്പോൾ കാൺപൂരിൽ നിന്ന് പണ്ട് MP ആയി വന്നിട്ടുള്ള ആളുമാണ്. പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് പിണറായി വിജയൻ പോകുന്നത് ശരിയായിരിക്കില്ലേ? അദ്ദേഹത്തിൻ്റെ ഹിന്ദി നോർത്ത് ഇന്ത്യ സ്ലാങ്ങിന് ചേരില്ല, അതുകൊണ്ട് പോകാതിരിക്കാനാണ് സാധ്യത. ഈ പെന്തക്കോസ്ത് പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു ഇന്റർപ്രട്ടർ ഉണ്ടാവും. അത് വളരെ വിചിത്രമായിട്ട് ഞാൻ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. ഒരു മലയാളി ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, ഒരു കറുത്ത വർഗക്കാരനത് പരിഭാഷ ചെയ്യുന്നു. അങ്ങനെയും ഒരു കവല പ്രസംഗം കേട്ടു. ഇടയ്ക്ക് അത് പറയണ്ടാടാന്ന് പറഞ്ഞപ്പോൾ അത് പറയണ്ടാടാന്നും കൂടെ. അപ്പം മലയാളത്തിൽ പ്രസംഗിച്ചാൽ മറ്റേ ബ്രിട്ടാസിന് ഹിന്ദി അറിയായിരിക്കും, അദ്ദേഹത്തിന് പരിഭാഷ ചെയ്യാൻ പറ്റില്ലേ? അത് പറ്റും. ബ്രിട്ടാസിന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കയ്യിലുള്ള ആളാണ്. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. റായ്ബറേലിയിൽ പ്രധാനമന്ത്രി വിളിക്കുന്ന രാജകുമാരൻ വിളിക്കുമോ? രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയുടെ ഭാവി. 2006 കോൺഗ്രസ് റായ്ബറേലിയിൽ ജയിച്ചത് 4.18 ലക്ഷം വോട്ടിനാണ്. 2019 കഴിഞ്ഞ കൊല്ലം സോണിയാഗാന്ധി മാത്രമാണ് UP ജയിക്കുന്നത്. അവർ റായ്ബറേലിയിൽ ജയിക്കുമ്പോൾ 1.67 ലക്ഷം ആണ് ഭൂരിപക്ഷം. ഇതിങ്ങനെ ക്രമേണ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാനേജറും ഇല്ല, 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 3ലും കെട്ടിവെച്ച കാശ് പോയിരിക്കുന്നു, സ്വാധീനമില്ല. അപ്പുറത്ത് മറ്റേ അമേഠിയിൽ സ്മൃതി ഇറാനി കൊടികുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 50 കിലോമീറ്ററേ ഉള്ളൂ 2 സ്ഥലങ്ങളും തമ്മിൽ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നില പരിങ്ങലിലാണ്. നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യ മണ്ഡലം അതെ എന്ന് അവരവകാശപ്പെടുന്ന റായ്ബറേലി രാഹുൽ ഗാന്ധിക്ക് അത്ര ശുഭകരമല്ല. അതെ, ഫിറോസ് ഗാന്ധി 1952ലും 57ലും ജയിച്ച സ്ഥലമാണ് അത്. അപ്പം ഈ പൈതൃക മണ്ഡലം വിട്ടുപോകുമോ എന്നൊരു സംശയം കോൺഗ്രസ് വൃത്തങ്ങളിൽ കലശലായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.